തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് രാത്രി 7-നാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതേസമയം ചമയ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സനു കെ സജീവ് ചേരുകയാണ്. സനു, തൃശൂര് പൂരത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പൂര നഗരിയായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ പുറപ്പാടെല്ലാം കണ്ടതാണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ പൂരത്തിന്റെ ദിവസങ്ങളാണ്. അത്രത്തോളം വിപുലമായ ചില ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രി 7 മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ദേവിക, താളമേള വർണ്ണങ്ങളുടെ പൂരവിസ്മയം കാണാനായിട്ട് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. പാറമേക്കാവിൻ്റെയും അതേപോലെ തിരുവമ്പാടി വിഭാഗങ്ങളുടെയും ചമയ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ചമയ പ്രദർശനം കാണാനായിട്ട് ഈ പ്രദർശനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടനത്തിന് ശേഷം ഇടമുറിയാതെ ഇങ്ങോട്ട് ഈ ചമയ പ്രദർശനം കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പൂരപ്രേമികൾ ഇവിടേക്ക് ഒഴുകുകയാണ്. ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനമാണ് ഉദ്ഘാടനം ചെയ്തത്. മിഴി തുറന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും ഇപ്പോൾ മിഴി തുറന്നിരിക്കുകയാണ്. നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പ്രദർശനം കാണാനായിട്ട് വരുന്നത്. അതായത് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിന് തൊട്ടു പിന്നാലെ തൃശ്ശൂർ നഗരം അല്ലെ തൃശ്ശൂർ ജില്ല ഒന്നാകെ ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് അമർന്നിരുന്നു. തുടർന്ന് വരുന്ന ഓരോ മണിക്കൂറുകളും അവരെ പൂരം വരവേൽക്കാനും പൂരം ആഘോഷമാക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ കാത്തിരിപ്പ് പൂരത്തിലേക്ക് എത്തി എന്ന് വേണം പറയാനായിട്ട്. ഇന്ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. അതായത് ഈ നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു വെടിക്കെട്ടിലേക്ക് തന്നെയാണ് ഇക്കുറി നീങ്ങുക. അതേപോലെ തന്നെ ഈ കുടമാറ്റത്തിലും നിരവധി സസ്പെൻസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഈ ഒരു കുടമാറ്റത്തിലും സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. എന്തായാലും ഈ തിരുവമ്പാടി വിഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ ചമയ പ്രദർശനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിൽ നിന്നുള്ളവരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുക്കങ്ങൾ എവിടം വരെയായി, എങ്ങനെയുണ്ട് പൂരാവേശം? ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ 6 മാസക്കാലം മുന്നേ തുടങ്ങിയതാണ്. സൂറത്തിൽ നിന്നും തുണിയെടുക്കാൻ പോകുന്ന ആ സമയം മുതൽ, അതായത് ഈ കൊടകൾക്ക് വേണ്ടുള്ള ഈ കളർഫുള്ളായിട്ടുള്ള തുണിത്തരങ്ങൾ മുഴുവൻ എടുക്കുന്നത് സൂറത്തിൽ നിന്നാണ്. അവിടെ തൊട്ട് തുടങ്ങി ഇന്നിപ്പോൾ ആനച്ചമയത്തിൻ്റെ ആ ഉദ്ഘാടന സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ആ കൊടകളുടെ വർണ്ണങ്ങളും അതിൻ്റെ വിസ്മയങ്ങളും എല്ലാം കണ്ടാലറിയാം. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഒരു പുതുമയിലേക്ക് ഈ ഇവിടെ സിനിമാ പ്രവർത്തകർ, നമ്മളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകർ അതൊരു ശ്രീമൂലസ്ഥാനത്തിൻ്റെ ആ പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആലിൻ്റെയും അതേപോലെ ആൽത്തറയും എല്ലാം സെറ്റ് ചെയ്ത് അത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ടാണ്. ആ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ആനകളുടെ ഫിറ്റ്നസ് തരുന്നതാണ്. ആ ഫിറ്റ്നസ്സോട് കൂടിയിട്ട് പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് 6ഉം 7ഉം നടക്കുന്ന പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് അവസാനിക്കുകയും 6-ാം തീയതി കാലത്ത് 7 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും തിരുവമ്പാടി ഭഗവതിയും ഭഗവാനും ഒരുമിച്ച് എഴുന്നള്ളുന്ന ആ ഒരു പ്രൗഢമായ ആ എഴുന്നള്ളിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ പൂരം ഈ 7-ാം തീയതി ഉച്ചതിരിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നതിനോടുകൂടിയാണ് നമ്മുടെ പൂരം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ, കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ എല്ലാ പൂരത്തിന് വരുന്ന എല്ലാവർക്കും പൂരക്കഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പൂരക്കഞ്ഞിയും കൂടി കഴിച്ചതിന് ശേഷം മാത്രമേ എല്ലാവരും തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് പോകാൻ പാടുള്ളൂ. എല്ലാവർക്കും പൂരത്തിൻ്റെ ആ സന്തോഷ തിമിറപ്പിലേക്ക് വരേണ്ടതാണ്. എല്ലാവർക്കും ആ ആഘോഷത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ എല്ലാ പൂരത്തിനും നമുക്ക് വെടിക്കെട്ടിലാണെങ്കിലും കുടമാറ്റത്തിലാണെങ്കിലും ചില സസ്പെൻസുകൾ നമ്മൾ ഒളിപ്പിച്ച് വെക്കാറുണ്ട്. ഇക്കൊരു അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വെടിക്കെട്ടിനെ സംബന്ധിച്ച് ആ സസ്പെൻസ് ഉണ്ട്. അത് ആ സമയത്ത് ഇന്ന് അതിൻ്റെ ചെറിയൊരു സാമ്പിൾ ഡോസ് ഇന്ന് വൈകിട്ട് കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ കുടമാറ്റ ദിവസം, അതായത് സ്പെഷ്യൽ കുടകൾ എന്ന് പറയും. ഈ സ്പെഷ്യൽ കുടകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. ആ കുടകൾ നമ്മുടെ കുടമാറ്റ സമയത്ത് അവിടെ മാത്രമാണ് പ്രദർശിപ്പിക്കുക. അതൊരു ഞങ്ങളുടെ ഒരു എന്താ പറയുക, യൂത്തിൻ്റെ ഒരു അഹങ്കാരമാണ്. ആ യൂത്തിൻ്റെ ഞങ്ങളുടെ ഓരോ ദേശങ്ങളിൽ നിന്നും യൂത്ത് വിഭാഗം അവരുണ്ടാക്കിക്കൊണ്ടിരുന്ന കുടകൾ ആണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവരത് വളരെ സസ്പെൻസായി
വളരെ സന്തോഷത്തോടു കൂടി ആർപ്പുളിയോടും ആ ഒരു ഓരോ ഏരിയയുടെ കൊടകളായിട്ടാണ് അത് അവിടെ അവതരിപ്പിക്കും. അന്നാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റു ആനകളുടെ കാര്യത്തിലായാലും നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ആനകളാണ് 7 കൊല്ലം തിരുവമ്പാടി ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 50-55 കൊല്ലമായിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിലെ ആനകളാണ് തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റിയിട്ടുള്ളത്. അതായത് വലിയ ചന്ദ്രശേഖരൻ, പിന്നെ ശിവസുന്ദരാന, അതേപോലെ ഇപ്പോഴത്തെ ചെറിയ ചന്ദ്രശേഖരൻ. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആനകളിൽ 3 ആനകളാണ്. ആ 2 ആനകൾ ചെരിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ അധികായൻ തിരുവമ്പാടി ചന്ദ്രശേഖരാണ്. ആ തിരുവമ്പാടി ചന്ദ്രശേഖരൻ 7 വർഷമായി തിടമ്പേറ്റുന്നു. ആ തിടമ്പ് അത് തിരുവമ്പാടിയുടെ ഒരു പ്രത്യേക അഹങ്കാരം തന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ചില സസ്പെൻസുകൾ കുടമാറ്റത്തിലടക്കം വെടിക്കെട്ടിലടക്കം നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് യുവാക്കൾ തയ്യാറാക്കി, യുവാക്കൾ ഒരു ഹരത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ഗജവീരന്മാരുടെ മുകളിൽ ഉയരുമ്പോൾ ആ സസ്പെൻസ് എല്ലാവർക്കും കാണാൻ സാധിക്കും. എന്തായാലും പൂരാവേശത്തിലാണ് തൃശ്ശൂർ. പൂര നഗരിയിലേക്ക് ജനം ഒഴുകുകയാണ്. അതേപോലെ തന്നെ പൂര പ്രദർശിനിയിലും ജനത്തിരക്കേറുകയാണ്. ദേവിക.